മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഘോഷയാത്ര ഡിസംബർ 26 വൈകിട്ട് ശരംകുത്തിയിലെത്തും. തുടർന്ന് സന്നിധാനത്തേക്ക് ആനയിക്കുന്ന തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന നടക്കുക. 27-നാണ് മണ്ഡലപൂജ നടക്കുക. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കൊക്കെയുണ്ടോ ഈ തങ്കയങ്കി കാണാനായി? സന്നിധാനത്തെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? അനുശ്രീ, തങ്കയങ്കി രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. എന്തായാലും പുലർച്ചയോടുകൂടി തന്നെ തങ്കയങ്കി ദർശിക്കാൻ നിരവധി പേരാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് രാവിലെ സ്ട്രോങ് റൂമിൽ നിന്നും പുറത്തെടുത്ത തങ്കയങ്കി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ തിരുവോന് മുമ്പിലാണ് ദർശനത്തിന് വെച്ചിരുന്നത്. അതിനുശേഷം 7 മണിയോടുകൂടി തന്നെ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം തങ്കയങ്കി പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലേക്ക് മാറ്റി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം 26-നാണ് തങ്കയങ്കി ശബരിമലയിൽ എത്തിക്കുക. പിന്നീട് ഈ ദീപാരാധന ചാർത്തിയുള്ള തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. എന്തായാലും ഇന്നത്തെ ദിവസം വിവിധ സ്ഥലങ്ങളിലാണ് തങ്കയങ്കിക്ക് സ്വീകരണമുള്ളത്. ഈ തങ്കയങ്കി കടന്നു വരുന്ന വഴികളിലെല്ലാം ഭക്തർ നിറപറയും അതുപോലെ നിലവിളക്കൊക്കെ വെച്ച് സ്വീകരിച്ചാണ് ഈ തങ്കയങ്കി കടന്നു പോകുന്നത്. പ്രത്യേകം വാഹനത്തില് ആയുധ പോലീസിന്റെ സേവനത്തോടു കൂടിയും വിവിധ സ്ഥലങ്ങളിൽ ഭക്തജനങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് തങ്കയങ്കി രഥഘോഷയാത്ര വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സന്നിധാനത്ത് എത്തിച്ചേരുക. എന്തായാലും ഇന്ന് പല സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം 23-ാം തീയതി ഇന്ന് വൈകിട്ട് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ തങ്കയങ്കി വൈകിട്ട് 7 മണിയോടുകൂടി എത്തിച്ചേരും. അവിടെ വിശ്രമിക്കും. നാളെ 25-ാം തീയതി പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലാണ് തങ്കയങ്കി വിശ്രമിക്കുക. 26-ന് വൈകിട്ട് തങ്കയങ്കി പമ്പയിൽ ഉച്ചയോടുകൂടി പമ്പയിൽ എത്തിച്ചേരും. വൈകിട്ട് 4 മണിയോടുകൂടി ശരംകുത്തിയിലെത്തും. അവിടെ ദേവസ്വം ബോർഡ് ജീവനക്കാര് തങ്കയങ്കി രഥഘോഷയാത്രയെ സ്വീകരിക്കും. തങ്കയങ്കി സ്വീകരിച്ചതിന് ശേഷം പിന്നീട് സന്നിധാനത്തെത്തും. 18-ാം പടിക്ക് മുകളിൽ തന്ത്രിയും മേൽശാന്തിയും കൂടി തങ്കയങ്കിയെ സ്വീകരിച്ചതിന് ശേഷമാണ് ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. 27 ഉച്ചയ്ക്കാണ് മണ്ഡലപൂജയ്ക്കും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ഇത്തരത്തിലാണ് ഈ ചടങ്ങ് നടക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കഴിഞ്ഞ വർഷത്തേക്കാൾ പല സ്വീകരണ കേന്ദ്രങ്ങൾ കൂടി ഇപ്രാവശ്യം വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്രാവശ്യം വലിയ രീതിയിലുള്ള തിരക്ക് തങ്കയങ്കിയെ കാണാനും ദർശിക്കാനും തൊഴുന്നതിനും വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ പുതിയ സ്വീകരണ കേന്ദ്രങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ തങ്കയങ്കി രഥഘോഷയാത്ര കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ പുതിയ കേന്ദ്രങ്ങൾ ഇപ്രാവശ്യം പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വിവിധ സ്ഥലങ്ങളിലൂടെ ദർശനം നടത്തിയാണ് ഈ തങ്കയങ്കി രഥഘോഷയാത്ര കടന്നു വന്ന് 26-ാം തീയതി വൈകിട്ട് സന്നിധാനത്തെത്തിയതും അതിനുശേഷമായിരിക്കും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുവാൻ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.